എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു സംഭവം ചെയ്തിട്ട് ഇത്രയും സക്സസ് ആവുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ഭൂലോക തോൽവിയാണ്. പരീക്ഷണങ്ങൾ പലതും നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും സക്സസ് ആവാറില്ല കേട്ടോ. ഇത് ഞാൻ ജമന്തിയിലൊരു പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ ചെയ്തിട്ടുള്ള 3 കളറും എനിക്ക് സക്സസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജമന്തി നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫ്ലവർ അങ്ങനെ വെച്ചിട്ട് പിന്നെ ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് പിന്നെ ആ ഫ്ലവർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആ ചെടിയും കൂടി നശിച്ചു പോകാറാണ് പതിവ്. അങ്ങനെ ചെയ്യേണ്ട. നമ്മൾ യാതൊരുവിധ ദയാദാക്ഷിണ്യവും കൂടാതെ ആ ചെടീൻ്റെ പൂക്കളും ഒരു തണ്ട് ആക്കിയിട്ട് നിർത്തുക. അതായത് പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയുക. അതപ്പോൾ കാണുന്ന ഒരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒന്ന് മുട്ടയടിച്ച് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അടിയിൽ നിന്ന് ഇങ്ങനെ കിളിർത്ത് വരാൻ തുടങ്ങും കേട്ടോ. എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൊക്കെ പോലെ പിടിച്ചിട്ടും ഇത് പൂവ് പോകുന്ന സങ്കടം കൊണ്ട് നമ്മൾ പല രീതിയിൽ അതിങ്ങനെ പോസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ആനന്ദം കണ്ടെത്തണം. അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു കുറ്റി ചെടികളാക്കിയിട്ട് അതൊക്കെ കുഴിച്ചിട്ടിട്ടാണ്. പിന്നെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചിട്ടും കുറേ വെള്ളത്തിൽ വെച്ചിട്ടൊക്കെ കുറേ ദിവസങ്ങളോളം ഞാൻ ആ ഫ്ലവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് കുറച്ച് വിഷമം തോന്നി. എൻ്റെ അമ്മ കുറേ എന്നെ പ്രാഗി പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ എന്തായാലും സക്സസ് ആക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതിൽ നിറയെ മുട്ട് വന്നിട്ടുണ്ടോ. എനിക്കതിൽ എന്തോ ഒരു ആശ്വാസമാണെന്നറിയോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ കുറ്റിയാക്കി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ പൊട്ടി മുളച്ച് വരും. ഇപ്പോൾ ഞാൻ അതിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ഒന്ന് കാണിച്ചു തരാം. മഴ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഒരു വീഡിയോ എടുക്കാനും ഒരു ഭാഗവും ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. അതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ഇനി പൂവായിട്ട് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ടാറ്റ ബൈ ബൈ.